എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. തീരുമാനം വൈകുന്നതിൽ അണികളിൽ അതൃപ്തി ഉണ്ടാക്കുന്നെന്നും ജനങ്ങൾക്ക് നിരാശയുണ്ടെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയായി ആരെ തീരുമാനിച്ചാലും പിന്തുണയ്ക്കുമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. സ്വാഭാവികം ജനങ്ങൾ വോട്ട് ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് ഒരു ആവേശം എന്നുള്ള അത് സ്വാഭാവികമായും വൈകുന്നതിൽ അവർക്ക് നിരാശയുണ്ട്. കാരണം അവർ സാധാരണ പ്രവർത്തകരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സത്യപ്രതിജ്ഞ വന്ന് മന്ത്രിസഭ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരിക്കുന്നൊരു സ്വപ്നമാണ്. പക്ഷെ അത് വൈകുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യരിലുണ്ടാവുന്ന ഒരു അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് എന്നുള്ളത് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ വരികയാണ് ഘടകകക്ഷികളിൽ നിന്ന്. അമൽ, തീർച്ചയായും അതെ. നാളേക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 10 ദിവസം പൂർത്തിയാവുകയാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച് ഒരു ഒറ്റ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതിനെ ചൊല്ലിയുള്ള ഭിന്നത അല്ലെങ്കിൽ അതൃപ്തി ഘടകകക്ഷികൾ പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ആളുകൾ കൂടുന്നിടത്തോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങൾ കൂടി തങ്ങളുടെ യൂത്ത് ലീഗിന്റെ അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. വലിയ ആവേശത്തിലായിരുന്നു അണികൾ ഉണ്ടായിരുന്നത്. ജനങ്ങളൊക്കെ വലിയ ആഘോഷത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തെ കണ്ടിരുന്നത്. അത് ആ അളവിൽ ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. തീരുമാനം വളരെ പെട്ടെന്നുണ്ടാകണമെന്നാണ് ആവശ്യം. ജനങ്ങളുടെ വികാരങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. തീരുമാനം വൈകുന്നതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച തീരുമാനം വൈകുന്നതിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. വലിയ ആവേശത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ആവേശത്തിനൊത്ത് ആഘോഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം മുന്നിലുണ്ട്. അതിനെ കാണാതിരുന്നുകൂടാ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നേരത്തെ വി.ഡി. സതീശനൊക്കെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നത് എങ്കിൽ കൂടിയും മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച ഒരു തർക്കത്തിന് മുസ്ലിം ലീഗ് ഇല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സ്ഥാനാർത്ഥി ആരായാലും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് അതിനെ സ്വീകരിക്കും. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമാണ് മുസ്ലിം യൂത്ത് ലീഗിലുള്ളത്. ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നയാൾ മുഖ്യമന്ത്രിയാകണമെന്നൊരു താല്പര്യം യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ പ്രകടിപ്പിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ പല മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം അതല്ല, പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിക്കൂടാ. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരവും ആവശ്യവും എന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അമൽ, ദില്ല. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.